പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ആർട്സ് പാർട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2 - 5 + 6 - 6 × 5 + 3 എങ്ങനെയാണ് ചെയ്യുക? ഇത് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യണേ. ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. അപ്പോൾ 6 - 6 എന്നുള്ളത് 0 വന്നു. അപ്പോൾ 0. പിന്നെ എന്താണ് ചെയ്യുക? പിന്നെ ഡിവിഷൻ ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 0 × 5 0 തന്നെ വന്നു. അപ്പോൾ എന്താണ് 2 - 5 + 0 + 3 അല്ലേ? അപ്പോൾ എന്താ വരും? 2 + 3 5, 5 - 5 0. അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? ഇത് നമ്മൾ ഒന്നുമില്ല ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര അധ്യാപകരുണ്ടോ അത് നോക്കുമ്പോൾ ശരാശരി കിട്ടും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കാണുക, ടോട്ടലിൻ്റെ ഡിഫറൻസ് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര വയസ്സിൻ്റെ ആണ് വ്യത്യാസം വരുന്നത്? 25 45 ആണ്. അപ്പോൾ 45 - 25 എന്ന് പറയുന്നത് 20 വയസ്സാണ് കൂടുതലായിട്ട് വരുന്നത്. അത് എത്ര പേർക്ക്? 20 പേർക്ക് അല്ലേ? അപ്പോൾ 20/20 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ശരാശരിയിലെ വ്യത്യാസം എന്താവും? 1 കൂടും അല്ലേ? അപ്പൊ 35 + 1 36 ആവും. അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 20 അധ്യാപകരുടെ ശരാശരി എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ 20 ആണ്. അത് 35 ആണ്. അപ്പൊ ടോട്ടൽ എന്ത് വരും? 35 × 20, അതായത് 700. ഇനി എന്താണ്? ഒരാൾ പോയി മറ്റൊരാൾ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ 700ന്ന് എത്രയാണ് പോവണത്? 700 - 25 + 45 ആണ്. അപ്പൊ ഇതിനൊക്കെ നേരം കുറെ പിടിക്കും. അത് കാരണമാണ് ഞാൻ ആദ്യത്തെ ഒരു സൊല്യൂഷൻ കാണാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? 720 എന്ന് വരും. അപ്പൊ 720 ഇനി എന്താ ചെയ്യണം? 720 ഡിവൈഡഡ് ബൈ 20 ചെയ്യണം. അപ്പൊ എത്ര വരും? 36 എന്ന് വരും. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ്? നമ്മൾ എത്ര വയസ്സാണോ കൂടണമെന്ന് നോക്കുക. അതായത് -25, അതായത് 25 പോവുക ചെയ്യണേ. പിന്നെ +45, 45 കൂടുക ചെയ്യണേ. അപ്പൊ നമുക്ക് എന്ത് വരും? +20 എന്ന് വരും. 20 ടോട്ടലിൽ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ആൾക്ക് 20 കൂടുക എന്ന് പറഞ്ഞാൽ ആവറേജിൽ എന്ത് വ്യത്യാസം വരും? ഒരു വയസ്സ് കൂടും അല്ലേ? +1 എന്ന് വരും. അതായത് 35ന്റെ കൂടെ 1 കൂടിയാൽ 36 എന്നുള്ള ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/1 × 2 + 1/2 × 3 + 1/3 × 4 എത്രയാണ്? ഇത് 1/2 ആണ് അല്ലേ? 1/2 + 1/6 + 1/12. ഇതിന്റെ LCM കാണുമ്പോൾ 12 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 6 + 2 + 1 എന്ന് വരും. അപ്പൊ എന്താ വരും? 9/12. 9/12ൽ 3 പോവും. 3 9, 4 3 12. അപ്പൊ എന്താണ് ആൻസർ? 3/4 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 72 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഇവര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 72 km/മണിക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. 4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാവും? 4/60 ആവും. അപ്പൊ എങ്ങനെയാണ് കാണുക? ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ കിലോമീറ്ററിനെ മീറ്റർ ആക്കുക, മീറ്റർ/സെക്കൻഡ് ആക്കുക. അതായത് 72 × 5/18. ഇനി എന്താണ്? 4 മിനിറ്റ് കൊണ്ടാണ്. അപ്പൊ 4 × എത്ര സെക്കൻഡ് ആണ്? അത് 60 സെക്കൻഡ്. അപ്പൊ ഇത് എന്നിട്ട് നമ്മൾ ഇപ്പൊ ഇത് കിട്ടുന്നത് എന്തിലാണ്? മീറ്ററിലാവും. എന്നിട്ട് അതിനെ കിലോമീറ്റർ ആക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയും ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏതാണ് ആൻസർ വരിക? ഇവിടെ 3 6 18
അല്ലേ? 6 ഇവിടെ പോവും, ഒരാറ് 6, 12 ഈരാറ് 12. അപ്പൊ ഇവിടെ ഒന്നും കൂടി പോവും, 4, 4 5 20, 26 ഈരാറ് 12, 12 48, 4800 എന്ന് വരും. അതിനെ കിലോമീറ്റർ ആക്കുമ്പോൾ എങ്ങനെയാണ്? ഡിവൈഡഡ് ബൈ 1000, അതായത് 4.8 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ. മറ്റേ വഴി ചെയ്താലും നമുക്ക് ഇതേപോലെ തന്നെ ആൻസർ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? നഷ്ടശതമാനം കാണുന്നത് ഏതിലാണ്? വാങ്ങിയ വിലയിലാണ് എപ്പോഴും നഷ്ടശതമാനം ലാഭശതമാനം കാണുക. നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ് നഷ്ടശതമാനം. അപ്പൊ ഇവിടെ എന്താണ്? 450 423 മൈനസ് ചെയ്താൽ എത്ര വരും? 23ഉം 7ഉം ആണ് 30, പിന്നെ 20. അപ്പൊ 27 രൂപയാണ് എന്ത് നഷ്ടം വരുന്നത്. ഇനി ശതമാനമാക്കാൻ എന്താ ചെയ്യണം? 27 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 450 ഇൻറ്റു 100. അപ്പൊ എത്ര വരും? ഇവിടെ 9 5 45, അപ്പൊ ഈ 5 10, ഇവിടെ 3, അപ്പൊ 6% എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി അളക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയിലെ പരമാവധി ശേഷി, സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ്? അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 650 780 അല്ലെ? 650നെയും 780നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 650 780 അല്ലെ? അപ്പോൾ 5 പറ്റും, ഇവിടെ 10 പറ്റും അല്ലെ? 5 ആദ്യം ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 2 6, 5 5, 15ൽ 3 5 15, പിന്നെ 30 130, പിന്നെ ഇവിടെ എന്താ വരിക? 5 5, 28ൽ 5 25, 6 5 30, 156 വരും. അപ്പൊ ഇനി ഇതില് എന്ത് പോവും? ഇതില് ഇനി 2 പോവും അല്ലെ? 2 എത്ര പ്രാവശ്യം പോവും? 6 2 12, 10ൽ I 2 10, ഇവിടെ ആവുമ്പോഴോ 7 2 14, 16ൽ N 2 16. ഇനി എന്ത് പോവും? 13 പോവും അല്ലെ? 13 5 5 15, 1 65. ഇവിടെ 13 6 എത്രയാണ്? 78. അപ്പൊ ഇവിടെ 13 പോവും. അപ്പൊ എത്രയാണ്? 5ഉം 6ഉം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? I 2 10, 13 10 ഇൻറ്റു 13 130. അപ്പൊ 130 ലിറ്റർ ആണ് സംഭരണിയുടെ പരമാവധി ശേഷി. അളവ് കൃത്യമായി അളക്കാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ 2 സംഭരണികളുടെയും വെള്ളം ഒരേപോലെ അളക്കാൻ കഴിയണം. ഒരു പാത്രം കൊണ്ട് തന്നെ 130 ലിറ്റർ കൊണ്ട് തന്നെ നമുക്ക് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ HCF കണ്ടത്. അതായത് ഉസാഗ കണ്ടുപിടിക്കണം. ഉസാഗ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ അളവ് കൃത്യമായുള്ള ആ പാത്രത്തിന്റെ അളവ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ആൻസർ? 130 ലിറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 and 1/4ന്റെ വർഗം എത്രയാണ്? വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ അല്ലെ? 1 and 1/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 1 × 4 4, 4 + 1 5, 5/4. 5/4 ആണ് 1 and 1/4. അതിന്റെ വർഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ കാണണം. അപ്പൊ എങ്ങനെയാണ്? 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പൊ 25/16. ഇത്
വേഗത്തിൽ കിട്ടുന്നതാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് 1/1/4 വർഗ്ഗം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ 1/1/4 നിങ്ങൾ 5/4 എന്ന് എഴുതിയിട്ട് അതിൻ്റെ സ്ക്വയർ കാണുക. വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.12 ഇൻറ്റു 0.4 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 0.2 ഇൻറ്റു 0.4. ഇത് എങ്ങനെയാണെന്ന് നോക്കൂ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2, 3, 4 സ്ഥാനമുണ്ട് മുകളിൽ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 4 - 3 1 സ്ഥാനം. അതായത് നമ്മളുടെ ആൻസറിൽ 1 സ്ഥാനമാണ് വരിക. പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനം വരണം. ഇനി പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കൂ. അപ്പൊ ഇത് എന്താണ്? 12 × 4 × 6 ആണ്. ബൈ 3 × 2 × 4 ആണ്. പോയിന്റ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പൊ 3ഉം 2ഉം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ഇവിടെ 12 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ്? 1 സ്ഥാനം വേണം അല്ലെ പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ 1.2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? 36.75നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്രയാണ് വരിക? 7 × 5 35 അല്ലേ? അപ്പോൾ ഇവിടെ ഇനി പോയിന്റ് ഇടണം അല്ലെ? പോയിന്റ് 17ല് എത്ര പ്രാവശ്യം പോവും? 7 14. 35ല് എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. അപ്പം 35. അപ്പൊ ഏതാണ് ആൻസർ വരിക? 5.25 കിലോഗ്രാം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ്? നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക. അതായത് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ലസാഗു കണ്ടുപിടിക്കണം. അത് എത്രയാണ്? നോക്കൂ, ഇവിടെ ഏത് പോവും? 3 പോവും എല്ലാത്തിലും അല്ലെ? 4 3 12, 5 3 15, 6 3 18. ഇനി ഇതിൽ രണ്ടിലും എന്ത് പോവും? 2 പോവും. ഈ 2 4, 5 3. ഇനി ഒന്നിലും പോവില്ല അല്ലെ? ഈ 5 10, 13 30, 32 60, 63 180. അപ്പൊ ആൻസർ എന്താണ് വരിക? 180 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരുപത് ഇൻറ്റു 15 - 8 പ്ലസ് 120/4 മൈനസ് 5 × 5 എത്രയാണ്? ബോർഡ് മാസ് റൂള് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബ്രാക്കറ്റ് ആദ്യം ചെയ്യണമെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? 15 - 8 എത്രയാണ് വരിക? 8 7 ആണ് 15 അല്ലെ? ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പൊ 120 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 30 ആണ്. ഇനി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 20 × 7 അപ്പൊ എത്രയാണ്? 140. 140 പ്ലസ് 30 എത്രയാണ്? ഇവിടെ അതിനെക്കാട്ടും മുന്നേ തന്നെ എന്ത് ചെയ്യണം? 5 25 എന്നും കൂടി ചെയ്യണം. അപ്പൊ 140 പ്ലസ് 30 മൈനസ് 25, അതായത് 145. അതായത് 30 മൈനസ് 25 140ഉം 30ഉം 170. 170 മൈനസ് 25 145. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 2 6 15 31 എന്ന ശ്രേണിയുടെ വിട്ട ഭാഗത്തെ സംഖ്യ ഏത്? 1 കൂടെ 1 കൂട്ടിയാലാണ് 2 ആവണത്. 2 കൂടെ 4 കൂട്ടിയാലാണ് 6 ആവണത്. 6 കൂടെ 9 കൂട്ടിയ 15 ആവും. 15 കൂടെ എത്ര കൂട്ടിയാലാണ്? 15ഉം 16ഉം ആണ് 31 അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് കൂട്ടുന്നത്? 1 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. അപ്പൊ ഇനി അടുത്തത് കൂട്ടേണ്ടത് എന്താണ്? 5 സ്ക്വയർ, അതായത് 25 കൂട്ടണം. അപ്പൊ എത്രയാണ് വരിക? 56 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഒറ്റയാനെ കണ്ടെത്തുക. 2:7, 3:26, 4:65, 5:124. ഇത് നോക്കൂ, എന്താണ് 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 8 - 1 ആണ് 7 അല്ലേ? 2 ക്യൂബ് - 1 അല്ലേ? ഇവിടെ എന്താ വരിക? ഇവിടെ ആവുമ്പോ 3 ക്യൂബ് 2ന്റെ ക്യൂബ് 8, 8 - 1 7. 3ന്റെ ക്യൂബ് എന്താ വരിക? 3 9, 9 3 27, 27 - 1 26. ഇവിടെ 4ന്റെ ക്യൂബ് എത്രയാ വരിക? 4 16, 16 4 64, 64 - 1 63 എന്നാണ് ഇവിടെ വരേണ്ടത്. അതാണ് ഓഡ് വൺ. ഇവിടെ നോക്കൂ, i 5 25, 25 5 125, 125 - 1 ആണ് 124. അപ്പൊ ഓഡ് വൺ ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് 11-മതും ലത പുറകിൽ നിന്ന് 21-മതുമായാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? 25 പേരാണ് ആകെയുള്ളത് അല്ലെ? 25 പേരുണ്ട്. മുൻപിൽ നിന്ന് ആരതി 11-മത് അല്ലെ? മുൻപിൽ നിന്ന് ഇവിടുന്ന് 11-മതാണ് ആരതി നിൽക്കുന്നത്. ഇനി ലത എവിടുന്നാണ്? പുറകിൽ നിന്ന് ലത എത്രാമത്തെ ആയിട്ടാണ് നിൽക്കുന്നത്? 21-മത്. അപ്പൊ ഈ 21 കഴിഞ്ഞിട്ട് ഈ 25-ൽ എത്ര ബാക്കിയുണ്ട്? 4 എണ്ണം ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ 5-മത്തെ ആയിട്ടാണ് ലത ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 5-നും 11-നും ഇടയിൽ ബാക്കി എത്രയുണ്ട്? 6 7 8 9 10. അതായത് 1 2 3 4 5 ആൾക്കാരുണ്ടാവും. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമുക്ക് അപ്പുവിന്റെ വയസ്സ് x ആയി എടുക്കാം. അപ്പുവിനെ x ആയി എടുക്കാം വയസ്സ്. അമ്മയ്ക്കോ? അമ്മയ്ക്ക് അപ്പൊ എത്രയാവും? 8x ആവും അല്ലെ? ഇനി എന്താ പറഞ്ഞേക്കണേ? 3 വർഷങ്ങൾക്ക് ശേഷം ആവുമ്പോ അപ്പുവിന്റെ വയസ്സ് എത്രയാവും? x + 3 ആവും. അമ്മയുടെ വയസ്സ് അപ്പൊ എത്രയാവും? അമ്മയുടെ വയസ്സ് അമ്മയുടെ +3 അല്ലെ? എ എന്ന് പറയുന്നത് 8x ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പറഞ്ഞേക്കണേ? ഇതെന്ന് പറയുന്നത് അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാണ്. അതായത് 5 × x + 3 ആണ്. അപ്പൊ ഈ എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? ഇവിടെ 8x എന്നുള്ളത് കൊടുത്തു. അപ്പൊ 8x + 3 = 5x + 15 എന്ന് കിട്ടി അല്ലെ? ഇവിടുന്ന്. അപ്പൊ നമുക്ക് എന്താ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 8x - 5x 3x = 15 - 3 12. അപ്പൊ x എന്ന് പറയുന്നത് എത്രയാണ്? 4. x 4 ആയെന്ന് വെച്ചെങ്കിൽ അപ്പുവിന്റെ വയസ്സ് 4 ആയി. അമ്മയുടെ വയസ്സ് അപ്പൊ എത്രയാവും? 8 × 4 4 32. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമാന ബന്ധം കണ്ടെത്തുക. HLKM EIHJ അങ്ങനെ ആവുമ്പോ DGNP. നോക്കൂ, H ആവുമ്പോ അതിന്റെ മുന്നേ ഉള്ളത് എന്തൊക്കെയാണ്? H ആവുമ്പോ ഈ കഴിഞ്ഞിട്ട് കഴിഞ്ഞ FG അതില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് H അല്ലെ? അപ്പൊ 2 എണ്ണം മുന്നത്തെ അതിന്റെ മുന്നത്തെയാണ് നമുക്ക് കാണേണ്ടത് അല്ലെ? ഇതേപോലെ തന്നെ I കഴിഞ്ഞ JK ഇല്ല L. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ എഴുതുമ്പോ എന്ത് വരും? A എഴുതിയിട്ട് വെച്ചെങ്കിൽ ബിയും സിയും ഇല്ല D അല്ലെ? അപ്പൊ A ആണ് ആദ്യത്തെ വരിക. പിന്നെ G വരുമ്പോ എന്താണ്? ജിയുടെ മുന്നേ എന്ത് വരും? F വരും. അതിന്റെ മുന്നേ എന്ത് വരും? E വരും. അതിന്റെ മുന്നേ എന്ന് പറയുന്നത് D ആണ്. അപ്പൊ AD എന്നുള്ളത് വന്നു. Nന്റെ മുന്നേ എന്താ വരിക? M അല്ലെ? അതിന്റെ മുന്നേ എന്ത് വരും? L വരും. അതിന്റെ മുന്നേ ആണ് K വരുന്നത്. അപ്പൊ ADKM എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ബാക്കി ADK കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരേ ഒരു ഓപ്ഷനെ
അങ്ങനെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2, 3, 5, 7, 11 ഡാഷ്. അതായത് 2, 3, 5, 7, 11 ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ആദ്യത്തെ പ്രൈം നമ്പേഴ്സ് ആണ് പ്രൈം നമ്പർ ആണ് 2, പിന്നെ 3, 5, 7, 11. അപ്പൊ ഇനി അടുത്തത് വരുന്ന പ്രൈം എത്രയാണ്? 13. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇതില് എന്താണ്? 4/9. 4/9 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ബൈ 3 സ്ക്വയർ അല്ലേ? ഇത് 6 സ്ക്വയർ ബൈ 7 സ്ക്വയർ. ഇതെന്താണ്? 4 സ്ക്വയർ ബൈ 5 സ്ക്വയർ. ഇത് മാത്രം എന്താണ്? ക്യൂബാണ് അല്ലേ? അല്ല, 125/625 അങ്ങനെ എഴുതാൻ സാധിക്കില്ല, സ്ക്വയർ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത്? പുല്ലിനെ തിന്നണത് ഏതാണ്? പുൽച്ചാടി തിന്നണു അല്ലെ? പുൽച്ചാടീനെ തവള തിന്നണു, തവളേനെ പാമ്പ് തിന്നും, പാമ്പിനെ കഴുകൻ തിന്നും, കഴുകനെ ബാക്ടീരിയ തിന്നും. അപ്പോൾ സി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.